ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും ഒപ്പം ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഒരു മീഡിയം ഇതിലിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇതെനിക്ക് സാമാന്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ്, അത് കാരണം ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനിതിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കടായി വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിൽ ആവശ്യമായ നട്ട്സ് കുറേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്കിതിനെ വറുത്ത് കോരി മാറ്റാം. അപ്പോൾ അതേ നെയ്യിൽ തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് ഈ പഴത്തിനെ ഒന്ന് വഴറ്റിയെടുക്കണം. പഴം നെയ്യിലങ്ങ് വരണ്ട് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പഴം ആൾറെഡി നമുക്കൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം അടുത്ത് പറയുന്ന ചേരുവകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്കെന്തോ ഈ മെത്തേഡാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനിത് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കതിനെ ഉടച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മണമായിരിക്കും. അപ്പോൾ ഇതൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പഴം വെച്ച് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ പഴം എടുക്കുന്നു അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഉപയോഗിക്കണം. ഈ ശർക്കര പാനിയിൽ കിടന്ന് പഴം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് മാവ് കുറച്ച് കുറച്ചാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരേ സമയത്ത് ഇടുമ്പോൾ കയറി അങ്ങ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓരോ തവിയായിട്ട്, ഞാനിപ്പോൾ ഇവിടെ 2 തവിയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം 1 തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് അടുത്തതും കൂടെ ചെയ്യാം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിത് നല്ല തിക്കായ കൺസിസ്റ്റൻസി ആണ് വരുന്നതെങ്കിൽ കുറച്ച് പാലോ കുറച്ച് ചൂടുവെള്ളമോ ഇല്ലെങ്കിൽ ശർക്കര പാനിയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നട്ട്സും ഡ്രൈ ഗ്രേപ്സും കൂടെയൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരണം. കൈകൊണ്ട് നമ്മൾ ഉരുട്ട പിടിക്കില്ലേ, ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് ഇതിനെ ഉരുട്ട പിടിക്കുകയോ അല്ല അവരവരുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിൽ എന്തെങ്കിലും ഒരു ഷേപ്പിലാക്കിയിട്ട് ഇലയിൽ വെച്ചോ അല്ലെങ്കിൽ സാധാരണ നമുക്കൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്യണം. ഒരു 5 to 7 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കണം. അത്ര മാത്രമാണ്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാം. 5 to 10 മിനിറ്റ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഒരു പഴവും കുറച്ച് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിപ്പോൾ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതിന് ഞാനൊരു ഇലയിലാണ് ഞാൻ വയ്ക്കാൻ പോണത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കൂട്ടണമെങ്കിൽ കുറച്ച് പാലൊക്കെ ആവാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമുക്കിത് ഇങ്ങനെ മടക്കാം, ഇങ്ങനെയും മടക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇലയപ്പം മടക്കാറില്ലേ, ആ ഷേപ്പിൽ വേണമെങ്കിലും മടക്കാം.
അങ്ങനെ എല്ലാം ഇലയ്ക്കുള്ളിലാക്കി ഇതാ മടക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് മൊത്തം 12 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഇപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിൽ ഒരു 5 to 7 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. ആൾറെഡി നെയ്യിലൊക്കെ ഇരുന്ന് അങ്ങനെ വരണ്ട് വന്നതല്ലേ, അപ്പോൾ പാതി വെന്തിട്ടുണ്ട്. ഗോതമ്പ് മാവ് മാത്രമാണ് ചിലപ്പം വേവുള്ളത്. സോ അതിന് വേണ്ടി ഒരു 5 to 7 മിനിറ്റ്സ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് തന്നെ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്കിപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണവുമാണ്. അതിൽ ഒന്ന് ഇല തുറന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് ശരിക്കൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യേണ്ടതന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.